ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനെ കണ്ട് സന്തോഷത്തോടുകൂടി ആത്മീയ യാത്ര ആരംഭിച്ച പലരും ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്മാറി മറ്റു വഴികളിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് മാതാപിതാക്കന്മാർ വളരെ ദുഃഖത്തോടെയും വേദനയോടെയും കൂടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, മക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നില്ല, ആത്മീകമായിട്ട് മുന്നേറുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ കൃത്യമായി ഇതിൻ്റെ കാരണത്തെ ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ്ഡായിട്ട് നമ്മൾ കൊണ്ടുപോകണം. രണ്ട് കാര്യവും ഒരുപോലെ, തിരുവെഴുത്ത്, ദൈവശക്തി. ഒന്നാമത്, ദൈവത്തിൻ്റെ വചനത്തെ നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും വേണം. രണ്ടാമത്തേത് ദൈവശക്തി, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളെയും ദൈവശക്തിയെയും കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് രണ്ടും സമാസമം നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആത്മീകമായി ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ഈ ദൈവശക്തിയെക്കുറിച്ച് പറയുമ്പം ദൈവശക്തിയുടെ രണ്ട് ഭാഗങ്ങളുണ്ട് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് ദൈവം നമുക്ക് തരുന്ന, കർത്താവ് നമുക്ക് തരുന്ന ശക്തി. രണ്ടാമത്തേത് കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടുന്ന ശക്തി. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം, വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടുന്ന ശക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വേദഭാഗം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ നിന്നുള്ള ആത്മീക ആലോചനകൾക്ക് വേണ്ടി ദൈവപാദപീഠത്തിലായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നൽകി തരുന്ന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ, ആത്മീക ശുശ്രൂഷകളിലൂടെ നമുക്ക് ഒരു തിരിച്ചറിവും നമ്മുടെ സമർപ്പണവും ഒന്ന് പുതുക്കാനും നമ്മുടെ ആ പോരായ്മകൾ പരിഹരിക്കാനും കണ്ടെത്താനും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 66-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, കൂടെ സഞ്ചരിച്ചില്ല എന്ന് നമ്മൾ കാണുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോയി, കൂടെ സഞ്ചരിച്ചില്ല. ഇങ്ങനത്തെ ആളുകൾ ഇന്നും ഉണ്ട്. ശിഷ്യന്മാരാണെന്ന് ഓർക്കണം, സാധാരണക്കാരായ മനുഷ്യരല്ല. അങ്ങനെയെങ്കിൽ സാധാരണക്കാർക്ക് പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, യേശുവിനെ കണ്ടവർ എന്തുകൊണ്ടാണ് പിന്മാറിപ്പോകുന്നത്? ഇത് ശരിക്കും കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയിൽ സംഭവിച്ചൊരു കാര്യമാണെങ്കിലും പിന്നീട് നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പം ഇതേ കാര്യം നമുക്ക് ആവർത്തിച്ച് വരുന്നത് കാണാനായിട്ട് പറ്റും. അതായത് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്: നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തടുത്തതാരാണ്, തടഞ്ഞതാരാണ്? അപ്പം ഇത് ശരിക്കും സാധാരണമായൊരു കാര്യമാണ്. അതായത് ഈ ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു സമയം കഴിയുമ്പം ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ധാരാളം ആളുകൾ പറയുന്നൊരു പ്രശ്നമാണിത്. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവവചനം അതിൻ്റെ ശരിയായ നിലവാരത്തിൽ നമ്മളത് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. ഈ ദിവസങ്ങളിലെ തിരുവചന സന്ദേശങ്ങളെല്ലാം തന്നെ അങ്ങനെയുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയ ഒരു കാര്യത്തിൽ, അതായത് എവിടെയാണ് ഉയർന്നു വരാനായിട്ട് പറ്റാത്ത ഒരു കാര്യം, ആ ഒരു കാര്യം തീർച്ചയായിട്ടും ദൈവവചന സന്ദേശത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. എല്ലാ കാര്യവും എല്ലാവർക്കും ഉള്ളതല്ല. ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ വിളിച്ച് ആത്മീകമായിട്ട് അവർ മുന്നോട്ട് അവർക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ വേഗത്തിൽ മുഖവരെ ഒരുപാട് ദീർഘമാക്കാതെ നമ്മൾ ദൈവവചനത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് തെളിയിക്കാനായിട്ട് എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 പുസ്തകങ്ങൾ
മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ സുവിശേഷ പുസ്തകങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം. കുറച്ചുകൂടി ആഴമായ ദൈവശാസ്ത്ര വിഷയമാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടയാളങ്ങൾ അടയാളങ്ങൾ എന്ന് പറയുന്ന പദം ആവർത്തിച്ച് വരുന്നത് കാണാനായിട്ട് പറ്റും. കാനാവിലെ കല്യാണം, കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായിട്ട് അവിടെ ചെയ്ത അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ 6-ാം അധ്യായത്തിലും അടയാളം എന്ന് പറയുന്നൊരു പദം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ശരിക്കും ഈ ഒരു പുസ്തകം എഴുതിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉദ്ദേശം, അതായത് യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ട് ഇങ്ങനെയൊരു പുസ്തകം എഴുതിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പോലും യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വരച്ച് കാണിക്കാനായിട്ടാണ്, ചിത്രീകരിക്കാനായിട്ടാണ്. അതായത് വെറും അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു അത്ഭുത മനുഷ്യനായോ അടയാളങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ മാത്രമല്ല, അതിനപ്പുറത്ത് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം, യേശുവിനെ പലരും കാണുന്നുണ്ട്, യേശുവിനെ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഈ ഒരു വചന ശുശ്രൂഷ മുഴുവനും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരത്ഭുതത്തിൻ്റെ വിശദീകരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ധാരാളം ആളുകൾ യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യേശുവിനെ അന്വേഷിച്ച് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലുകയാണ്. ഈ 4 സുവിശേഷ പുസ്തകങ്ങളിലും ഈ ഒരു അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്ത ഈ ഒരു അത്ഭുതം. യേശുവിൻ്റെ 2 അത്ഭുതങ്ങളാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 5000 പേർക്ക് കൊടുത്തതും അടുത്തത് 7000 പേർക്ക് കൊടുത്ത മറ്റൊരു അത്ഭുതവും. അപ്പം ഇത് രണ്ടും 2 അത്ഭുതമാണ്. ഈ ഒരു അത്ഭുതം 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വേദഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ഈ ഒരു അത്ഭുതം എഴുതിയിട്ടുണ്ട്. കുറച്ചുകൂടെ വിശദീകരണം അവിടെ മർക്കോസ് ഇതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു വലിയൊരു കൂട്ടം ജനം ക്ഷീണിച്ചും തളർന്നു വരുന്ന യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും അടുക്കൽ വന്നപ്പോൾ അവരോട് മനസ്സലിഞ്ഞ് അവരെ ഉപദേശിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് യേശു അത്ഭുതം ചെയ്തിട്ട് വചനം പറയുകയല്ല ചെയ്തത്. ഈ അപ്പത്തിൻ്റെ അത്ഭുതങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവവചനം പറയുന്നു, അത്ഭുതം ചെയ്യുന്നു. അതായത് ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവർക്കാണ് അവിടുന്ന് അത്ഭുതം ചെയ്തു കൊടുത്തത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഗലീലയിലെ ദാരിദ്ര്യമുള്ള എല്ലാ വീടുകളിലും യേശു പോയി അവിടെ അപ്പം നുറുക്കിക്കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റുകയല്ല യേശു ചെയ്തത്. ഞാൻ ചിലപ്പോഴിങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശുവിനെ പോലെ അത്ഭുത സിദ്ധിയൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ ഈ നാട്ടിലെ സകല പട്ടിണിയും നമ്മൾ നീക്കുമായിരുന്നു. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല കേട്ടോ. ഗലീലയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഗലീല എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും ദാരിദ്ര്യമുള്ള, ആർക്കും വേണ്ടാതെ കിടന്ന നിരക്ഷരരായ മത്സ്യത്തൊഴിലാളികളുള്ള, അതായത് ഗലീലക്കാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ശലോമോൻ്റെ കാലത്ത് പോലും വേണ്ടാത്ത പട്ടണങ്ങളായിരുന്നു ഈ ഗലീല പട്ടണങ്ങൾ. അപ്പോൾ ഈ ഗലീലയിലെ വീടുകളെല്ലാം ദാരിദ്ര്യം കൊടികുത്തി വാണ നിരക്ഷരരായ മത്സ്യത്തൊഴിലാളികളിലൊക്കെ കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലമായിരുന്നു ഗലീല. ഗലീല ഉദ്ധരിക്കാനല്ല യേശു കർത്താവ് വന്നത്, ജനത്തെ നിത്യതയിലേക്ക് നടത്തുവാനും താൻ ആരാണെന്ന് മനസ്സിലാക്കുവാനും ഈ ലോകത്തിൽ അപ്പവും വെള്ളവും എല്ലാം കൊടുത്ത് അവരുടെ വിശപ്പെല്ലാം നീക്കി അവരെ സംതൃപ്തരായിട്ടിരുത്താനല്ല. അത് മാത്രമല്ലായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ. അപ്പം ശ്രദ്ധിക്കുക, യേശുവിൻ്റെ അരികിലേക്ക് വന്നവർക്ക് ഒന്നാമത് അവിടുന്ന് വചനം നൽകി എന്നുള്ളതാണ്. ഒന്നാമത് അവർക്ക് വചനം നൽകി, അവരോട് തിരുവായ്മൊഴികളിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്നും ദൈവവചന ശുശ്രൂഷയ്ക്ക് താല്പര്യമുള്ളവർ വളരെ കുറവാണ്. പക്ഷെ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതം മാറും. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? വചനവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. കുറച്ചധികം മാസങ്ങളായി ഞാൻ ദിവസം തോറും ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സമയങ്ങൾ ദൈവവചനം ധ്യാനിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. എൻ്റെ ഫാമിലി അതിന് എനിക്കൊരു സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ചിലയിടത്താണെങ്കിൽ ഭാര്യമാർ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ കാണും. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിന് സപ്പോർട്ടാണ്. ഞാൻ എപ്പം
പ്രാർത്ഥിക്കാൻ പോയാലും ദൈവവചനവുമായിട്ടിരിക്കുന്ന സമയത്തും അവരെന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാറില്ല, അല്ലെങ്കിൽ ശല്യപ്പെടുത്താറില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ദൈവവചനവുമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടാകുന്നതും വചനവുമായിട്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്ന് അനുഗ്രഹം തേടി അനേകർ ഓടുകയാണ്. എവിടെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, എവിടെ എനിക്ക് വിടുതൽ കിട്ടും. പക്ഷെ ദൈവസന്നിധിയിൽ ഇരിക്കാനും ഈ വിലയേറിയ മുത്തുകളെ പറക്കിയെടുക്കാനും അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം യേശു കർത്താവ് ചെയ്തത് ശ്രദ്ധിക്കുക. ഒന്നാമത് വചനം, രണ്ടാമത് അത്ഭുതം. ഞാൻ വീണ്ടും ഈ വളരെ ഗൗരവമായി ഈ കാര്യം റിപ്പീറ്റഡായിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്നാമത് വചനം, രണ്ടാമത് അത്ഭുതം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത് വചനം അവർക്ക് നൽകി. അപ്പം നേരെ വൈകി, വിജനമായ സ്ഥലമാണ്, തട്ടുകടയോ ചായക്കടകളോ ഒന്നുമില്ലാത്ത സ്ഥലം. എൻ്റെ ഭാവനയിൽ ഞാനങ്ങ് പറയുകയാണ്. ആളുകൾ ക്ഷീണിതരാകും, വഴിയിൽ വെച്ച് നശിച്ചു പോകും. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് നന്നായി അറിഞ്ഞിരുന്നു. ഫിലിപ്പോസിനോടൊക്കെ പറയുക, ഈ ജനത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുക. ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ കൈമലർത്തി ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് നന്നായി അറിഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. യേശു കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ അവിടുത്തേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയായാൽ മാത്രം മതി. നമുക്ക് വേണ്ടി സകലതും ചെയ്യാൻ, സകലതും നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ഒരുപാട് തകർച്ചയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവ് ഈ മഹത്വമുള്ള ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. എൻ്റെ കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ നടുവിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അന്ന് എൻ്റെ സഹോദരൻ്റെ പഠനമൊന്നും ആയിട്ടില്ലായിരുന്നു. എൻ്റെ പപ്പായുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വീടിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും എൻ്റെ ചുമലിൽ. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, നിൻ്റെ അനിയൻ്റെ പഠിത്തം, വീടിൻ്റെ കാര്യം, ഭാവിയുടെ കാര്യം, ഇതൊക്കെ എന്തോ ആയി തീരുമെന്നൊക്കെ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, വരുന്ന ജൂൺ മാസം 13-ാം തീയതി എൻ്റെ സഹോദരൻ്റെ വിവാഹമാണ്. നല്ല വിദ്യാഭ്യാസം ദൈവം അവന് കൊടുത്തു. ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല, കർത്താവിൻ്റെ കരുണയാണ്. മറ്റൊരു രാജ്യത്തേക്ക് ദൈവം അവനെ അയച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടതായിട്ട് വന്നു. ആ സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുതലുണ്ടായി. തക്ക സമയത്ത് അവന് PR ദൈവം കൊടുത്തു. തക്ക സമയത്തൊരു തുണയെ, അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലിനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു പൈതൽ, അങ്ങനെ ഒരു മോളെ, നിസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും കിട്ടാനല്ല നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നത് കേട്ട് നമ്മൾ നടന്നാൽ സകലതും നന്നായി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ദൈവവചനം കേൾക്കുമ്പം ഭാരത്തോടും നിരാശയോടും കൂടെയൊക്കെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ വിഷമിക്കരുത്. ഇന്നത്തെ ഭാരവും ഇന്നത്തെ നിരാശകളും എല്ലാം മാറും. വചനവുമായിട്ട് ദൈവ മുമ്പിൽ ഇരിക്കുക. എത്ര സമയം ദൈവവചനം ധ്യാനിക്കാൻ നമ്മൾ സമയമെടുക്കും? വചനത്തിലൂടെ കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ള സമയങ്ങൾ നമ്മൾ വേർതിരിക്കാറുണ്ടോ? നോക്കുക. അപ്പം കർത്താവ് പറഞ്ഞതെല്ലാം അവർ കേട്ടുകൊണ്ടിരുന്നു. വൈകുന്നേരം അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്തു. അത് ദൈവത്തിൻ്റെ നീതിയാണ് കേട്ടോ. അത് ദൈവത്തിൻ്റെ നീതിയാണ്. കർത്താവിന് വേണ്ടി കൊടുക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്യുന്നവരെ ഒന്നും അവിടുന്ന് ലജ്ജിപ്പിക്കത്തില്ല. ഈ ജനത്തെ പിന്നീട് പറഞ്ഞു വിടുകയാണ്, തൃപ്തരായി പറഞ്ഞു വിടുകയാണ്. ഒരു കഷണം പോലും വെറുതെ കളയരുതെന്ന് പറയുന്നുണ്ട്. ഒരു കഷണം പോലും കളയാൻ പാടില്ല. ദൈവം തരുന്ന ഇതെല്ലാം മൂല്യമുള്ളതാണ്. ₹1 ദൈവം തന്നാൽ അതിന് വിലയുള്ളതാണ് കേട്ടോ. അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 12 കൊട്ടയാണ് നിറച്ചെടുത്തത്, ഇല്ലേ? 12 കൊട്ട. അതായത് ഓരോ ശിഷ്യന്മാരുടെ തോളിലും ഓരോ കൊട്ട വരുമാറ് 12 കൊട്ട നിറച്ചെടുത്തെന്നാണ്. അപ്പം ശരിക്കും ഈ കർത്താവ് ഉള്ളിടത്ത് ഒരു സമൃദ്ധി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ അല്പത്തിൻ്റെ പരിപാടിയല്ല. ദൈവം ചെയ്യുന്നതും തരുന്നതും അങ്ങനെയാണ്. ദൈവം അളവും കണക്കും ഒന്നും വെച്ചല്ല ദൈവം തരുന്നത്. തരാൻ തുടങ്ങിയാലും അങ്ങനെയാണ്. പക്ഷെ തരുന്നതിനെ വിലയില്ലാത്തതായി നമ്മൾ കാണരുത്. ദൈവത്തിൻ്റെ വചനത്തെ ചവിട്ടിക്കളയരുത്. ദൈവം തരുന്ന ആത്മീക അനുഗ്രഹങ്ങളെ, അതിൻ്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോവുകയും ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലായി. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നല്ല വെള്ളം കലക്കി മേച്ചിലുകൾ ചവിട്ടിക്കളയുന്ന ആടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ആടുകളെ, ആ തടിയുള്ള മിടുക്കുള്ള തണ്ടുള്ള ആടുകളെ ഞാൻ ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാരുണ്ട് ദൈവം കൊടുത്ത നന്മകളുടെ വില തിരിച്ചറിയാതെ ഇതിനെയൊക്കെ
ഉദാസീനതയോടെ കാണുന്നവർ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പല സ്ഥലത്തും ഈ കഷ്ടത അനുഭവിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ അവർ കരയും, പ്രാർത്ഥിക്കും. പക്ഷേ ജീവിതത്തിൽ എല്ലാമുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെ പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. പോകട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ഇനിയുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പം ഈ ഒന്നാമത്തെ ഭാഗത്തിൽ യേശു അത്ഭുതം ചെയ്തു, അവരത് അനുഭവിച്ചു, തിരിച്ചുപോയി. പക്ഷേ രണ്ടാമത്തെ ഭാഗത്തിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ ഒരു രാജാവാക്കാൻ നോക്കുന്നു, കർത്താവ് മാറി. കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചതായതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെപ്പോഴും യേശു കർത്താവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവേൽപ്പിച്ച ദൗത്യം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം പിറ്റേനാൾ ഇവരെന്ത് ചെയ്തു? യേശുവിനെ അന്വേഷിച്ചു കൊണ്ട് വരികയാണ്. അങ്ങനെ കപ്പർന്നഹൂമിൽ കടലിനക്കരെയൊക്കെ അവരെത്തിയപ്പം കർത്താവിനൊരു കാര്യം മനസ്സിലായി. അപ്പം തിന്നതുകൊണ്ടാണ് യേശുവിനെ അന്വേഷിച്ചവർ വന്നത്, അടയാളം കണ്ടതുകൊണ്ട് അല്ല. അതായത് സത്യത്തിൽ യേശുവിനെ കണ്ടു, പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇന്നും ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിനെ ആളുകൾ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന കൂട്ടങ്ങളുണ്ട്. ധാരാളം ആളുകളെ എനിക്കറിയാം. ഒത്തിരി പേരോട് കർത്താവിനെക്കുറിച്ച് പറയുമ്പം അവർ പറയും, ഞങ്ങൾ ഇന്നയിടത്ത് പ്രാർത്ഥനയ്ക്ക് പോയി, ഇന്ന കൂട്ടായ്മയിൽ പോയി, ഇന്നടത്ത് പോയി. ഇപ്പം ഞങ്ങൾ എങ്ങും പോകുന്നില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അനുഭവിക്കാനായിട്ട് പറ്റിയില്ല. എന്താ കാര്യം? യേശുവിനെ കണ്ടു, പക്ഷേ യേശുവിനെ അറിയാൻ അവർക്ക് കഴിയാതെ പോയി. സത്യത്തിൽ ഇതൊരു വലിയ പരാജയത്തിൻ്റെ തുടക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ആ വാക്യങ്ങളിൽ 15-16 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡത്തിൽ അറിയുന്നില്ല, ക്രിസ്തുവിനെ ഞാൻ ജഡത്തിൽ അറിയുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? പലരും ക്രിസ്തുവിനെ ജഡത്തിലാണ് അറിഞ്ഞത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അതായത് യേശുവിനെ നമ്മൾ അറിയേണ്ട ഒരു ആത്മീക തലമുണ്ട്. യേശു ദൈവപുത്രനാണെന്നും യേശു കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം. കാരണം ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ പാതി ഭാഗം കഴിയുമ്പോൾ അടുത്ത ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നേലേ പറ്റത്തുള്ളൂ. അതായത് യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, പക്ഷെ അവർ മരിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അതായത് എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് തന്നെക്കുറിച്ച് പറയുമ്പോൾ നോക്കിക്കേ, അത് തിരുമേശയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. നോക്കിക്കേ, യേശുവിനെ കണ്ടു, പക്ഷേ യേശുവിനെ അനുഭവിക്കാനായിട്ട് പറ്റാതെ പോകുന്നവർ. യേശുവിനെ കാണുന്നുണ്ട്, ഇല്ലേ? ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്, അനുഭവിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അകത്ത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? വീണു പോകരുത്. സ്വയം ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. ഈ ദൈവജന ശുശ്രൂഷയെങ്കിൽ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ആമേൻ, യേശുവേ, അങ്ങയെ സ്നേഹിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, ആഴത്തിലേക്ക് ഞങ്ങൾക്കൊന്ന് ഇറങ്ങാൻ, വെറും അത്ഭുതവും അടയാളവും വിടുതലുകളും മാത്രം കണ്ട് മുന്നോട്ട് പോകാനല്ല. ഈ സത്യത്തിൽ ഈ അടയാളങ്ങൾ കർത്താവ് ചെയ്തത് എന്തിനാ? അപ്പത്തെ നുറുക്കി അവിടെ കൂടിയിരുന്നവർക്ക് കൊടുത്തതിൻ്റെ പിന്നിൽ അപ്പം നുറുക്കപ്പെട്ട അപ്പമല്ല, ആ അപ്പത്തെ നുറുക്കിയ കരങ്ങളായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. അവരുടെ കണ്ണ് അപ്പത്തിലേക്ക് മാത്രമായി പോയി. കർത്താവ് പറയുക, എൻ്റെ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാനായിട്ട് പറ്റില്ല. കണ്ണുനീരോടെ ഈ ദിവസങ്ങളിലൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഞങ്ങളുടെ മനോഭാവങ്ങൾ അത് ശരിയായ നിലയിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇല്ലേ, ലക്ഷക്കണക്കിന് ആളുകളാണ് മിസ്രൈമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പക്ഷേ
അവരിൽ എത്ര പേർക്കാണ് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞത്? നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബിനും മാത്രമേ ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ യേശുവേ യേശുവേ എന്നൊക്കെ വിളിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നിടത്തൊക്കെ ഓടിക്കൂടാനായിട്ട് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായ ദൈവം നമ്മളെ നോക്കുമ്പോൾ, ആ കണ്ണുകളിലൂടെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? എൻ്റെ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാനായിട്ട് പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അപ്പാ ആ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ വിജയം, ശുശ്രൂഷയുടെ വിജയം ഞാൻ മനസ്സിലാക്കിയത് ക്രിസ്തുവിനെ അറിയുക, നോയിങ് ക്രൈസ്റ്റ്, നോ ക്രൈസ്റ്റ്, ടു നോ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അറിയുക. നമ്മുടെ ജീവിതോദ്ദേശവും അതുതന്നെയാകണം, ക്രിസ്തുവിനെ അറിയുക. അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മറ്റുള്ളതുമല്ല, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാം വേണം. പക്ഷെ അതിനപ്പുറത്ത് ക്രിസ്തുവിനെ അറിയുക. നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, അതായത് കൊരിന്ത്യ ലേഖനം, റോമാലേഖനം, ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ആ ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സീക്രട്ടുകളൊന്നുമല്ല നമ്മളവിടെ കാണുന്നത്, ഇല്ലേ? കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിത്തിരിച്ച വിശ്വാസികൾ, അവർക്കുണ്ടാകേണ്ടുന്ന പക്വത, അവിടെയെല്ലാം നിങ്ങൾ എങ്ങനെയാണ് അത്ഭുതം ചെയ്യേണ്ടത്, നിങ്ങൾ അത്ഭുത സിദ്ധി നേടുക, ഇതൊന്നുമല്ല പറയുന്നത്. ക്രിസ്തുവിനെ അറിയുക, പദവിയെ അറിയുക, വിളിയാലുള്ള ഉദ്ദേശം തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ ആരംഭ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദിവസങ്ങളിൽ തലമുറകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും പഠിപ്പിക്കണം. ഇത് നന്നായി പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പലരും പിന്മാറിപ്പോകുന്നത്. ഈ ഒരു അനുഭവങ്ങളില്ലാത്തത് കൊണ്ടാണ്. അനുഭവം ക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവമായി മാറാനായിട്ടിടയായി തീരട്ടെ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആത്മാവിൻ്റെ ശക്തിയാലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കുവാനും അത് നേടുവാനും കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ശരിക്കും 6-ാം അധ്യായത്തിൻ്റെ 66-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. കണ്ടോ? എന്താണ് ഈ പിൻവാങ്ങിപ്പോകാനുള്ള കാരണം? ഞാനൊരു സത്യമായൊരു കാര്യം പറയാം. നമ്മുടെ എല്ലാം മനസ്സിൻ്റെ അകത്ത് ചില മുൻവിധികളുണ്ട്, ചില ധാരണകളുണ്ട്. ഈ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അവൻ്റെ ഒരു സ്വയമുണ്ട്. നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കണം എന്നുള്ളൊരു ഭാഗം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ശരിക്കും പ്രാർത്ഥനയിൽ, ദൈവവചന ധ്യാനത്തിൽ അത് മാറണം, അതെടുത്ത് മാറ്റപ്പെടണം. കർത്താവിനോട് കൂടെ നടന്ന് അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വേറെ മാറി സഞ്ചരിച്ചെന്നാണ്. എനിക്കറിയാം ഒരുപാട് ആളുകൾ വേറെ മാറി സഞ്ചരിക്കുന്നവരുണ്ട്. ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് ഒത്തിരി ചെറുപ്പക്കാർ. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാതൃകയില്ലാത്ത ആത്മീയ നേതാക്കന്മാരും മാതൃകയില്ലാത്ത ക്രിസ്തീയ ജീവിതവുമാണ്. അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നൊക്കെയാണ് പൗലോസ് പറയുന്നത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇനി മുതൽ ആരെയും ജഡത്തിൽ അറിയത്തില്ല. അപ്പോൾ യേശു കർത്താവിൻ്റെ യഥാർത്ഥമായ സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയപ്പെട്ടതിലേ പറ്റത്തുള്ളൂ. പലരും മാറി സഞ്ചരിച്ചു. ഇത് കഠിനമായ ഉപദേശമാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ക്രിസ്തീയ ജീവിതത്തിന് 2 ഭാഗമുണ്ട് കേട്ടോ. അത്ഭുതങ്ങളുടെ ഭാഗവുമുണ്ട്, ഒരു ക്രൂശുമുണ്ട്. അത്ഭുതങ്ങൾ എല്ലാവർക്കും സന്തോഷമാണ്, വിശപ്പ് മാറുന്നതാണ്, നമ്മുടെ കണ്ണിന് ആനന്ദമുണ്ടാക്കുന്നതാണ്. പക്ഷെ ക്രൂശിലേക്ക് വരുമ്പോൾ, ഗത്സമനയിലേക്ക് വരുമ്പോൾ എല്ലാവരും വിട്ടിട്ട് പോകുന്ന സമയമാണ്. വേദനകളുടെയും കണ്ണുനീരിൻ്റെയും സമയമാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ദുർദിവസങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താണ്? വചനം യഥാർത്ഥമായി നമ്മുടെ ഉള്ളത്തിൻ്റെ അകത്തേക്ക് കയറിയാലേ പറ്റത്തുള്ളൂ. അടുത്തത് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആകയാൽ യേശു 12 പേരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടോ? ഇവിടെ പിടിച്ചുകെട്ടലില്ല,
ചങ്ങലക്കിടിയിലില്ല. ദൈവത്തിന് സ്തോത്രം. തീരുമാനത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായ ഒരു സ്നേഹം, ആ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇതിനോട് ചേർന്നൊരു വിഷയം അല്ലെങ്കിലും പറയാം. ഈ കുടുംബജീവിതത്തിൽ പ്രശ്നത്തിലേക്ക് പോയിട്ട് പിരിയാനായിട്ട് നിന്ന് ഒത്തിരി ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. പലരും പിരിയാതെ ഒന്നിച്ചായിട്ടുണ്ട്, ചിലരൊക്കെ വേർപിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കുടുംബജീവിതത്തിൻ്റെ വേർപിരിയലിൻ്റെ കാര്യം ഞാൻ ദീർഘനാളുകളായി മനസ്സിലാക്കി പഠിച്ചതിൽ നിന്ന് എനിക്കൊരു മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥമായ സ്നേഹമുള്ളിടത്ത് ഒരിക്കലും പിരിയത്തില്ല. വർഷങ്ങൾ ജീവിച്ചിട്ടുള്ള ആളുകളോട് അവർ പിരിയാൻ നേരത്തെ ഞാൻ പേഴ്സണലി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാൻ അവരോട് ചോദിച്ചപ്പോൾ ഫൈനലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരിക്കൽ പോലും ഒരു സമയത്ത് പോലും അവർക്ക് അവരുടെ ജീവിത പങ്കാളിയെ തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലെങ്കിലും ആ ഒരു സ്നേഹം പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പിരിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോയിക്കൊള്ളാം, ഇല്ലേ? നമ്മളന്നേ പോകല്ലേ 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 എന്ന് പറഞ്ഞ് കൈയും കാലും പിടിച്ച് അവിടെ പിടിച്ച് നമ്മളവിടെ ഇടും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ഒരു പിടിച്ചുകെട്ടൽ ഇതിൻ്റെ അകത്തില്ല. നമ്മളിന്ന് പിടിച്ചുകെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പിടിച്ചുകെട്ടലില്ല. ദൈവരാജ്യം അങ്ങനെ ഒന്നോ രണ്ടോ പേര് പോയാൽ തകരുന്നതുമല്ല. ദൈവത്തിന് സ്തോത്രം. തകരുന്നതുമല്ല. അങ്ങനെയൊക്കെ തകരാനായിരുന്നു എന്ന് ഇത് തകർന്നേനെ. ആരെങ്കിലുമൊക്കെ പിന്മാറ്റത്തിലോട്ട് പോയതുകൊണ്ട് തീരുന്നതല്ല ഇത്. ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ വന്ന് ചെളി വാരി തീർച്ചാൽ, ആരെങ്കിലുമൊക്കെ പിന്നെ ഇതിനെ ഇല്ലാതാക്കുമെന്നൊക്കെ ഈ ക്രിസ്ത്യാനിത്വത്തിനെതിരായിട്ടൊക്കെ വെല്ലുവിളികൾ മുഴക്കിയാലും അങ്ങനെയൊന്നും തീരുന്നതൊന്നും അല്ലെന്നേ ഇത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, ഇത് ഒരു പ്രതി പോലും ഒരു കോപ്പി പോലും ഇല്ലാതെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാനായി പരിശ്രമിച്ച ആളുകളുണ്ട്. പിന്നീട് അവരുടെയൊക്കെ വീടുകൾ ഇതിൻ്റെയൊക്കെ അച്ചടിശാലകളായി മാറിയ ചരിത്രവും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചും ഇരിക്കുന്നു. സത്യത്തിൽ പത്രോസിൽ ഒരുപാട് കുറ്റങ്ങൾ നമുക്ക് ആരോപിക്കാനുണ്ടെങ്കിലും അദ്ദേഹത്തിലുള്ള ഒരു നല്ല ഗുണം, ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് അവിടുന്ന് വിശ്വസിച്ചിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. വിശ്വസിച്ചിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അറിവ് മാത്രം പോരാ, വിശ്വാസവും ആവശ്യമാണ്. ഇന്നത്തെ കാലത്തും ഒത്തിരി പേര് പിന്മാറി പല വഴികളിൽ യാത്ര ചെയ്ത് പോകുന്നവർ പലരും ദുഃഖകരമെന്ന് പറയട്ടെ, അവരെ ശരിയായ നിലയിൽ ദൈവവചനം പഠിപ്പിക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ കഴിയാതെ പോയി എന്നുള്ളതൊരു ദുഃഖകരമാണ് നമുക്ക്. അതുകൊണ്ട് ഈ ഒരു ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് ചുവടുകൾ പിന്നിലാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. അവിടുന്ന് ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. കർത്താവേ, ഇതെനിക്കൊന്ന് അറിയണം. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി കാത്തു സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ? നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് നമ്മൾ നന്നായി അറിയണം. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായുള്ളവയെ, ഞങ്ങളുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. ഇറങ്ങിത്തിരിച്ച പലരും ഇടയ്ക്ക് വീണും പിന്മാറിയും പോകുന്നതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയാണ്. അങ്ങയെ കണ്ടവരാണ്, പക്ഷെ അവരങ്ങയെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ കണ്ടവരായി മാത്രമല്ല, ഞങ്ങൾ അറിയുന്നവരായി തീരുവാൻ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണമേ, ഞങ്ങളുടെ മനോഭാവങ്ങൾ മാറണമേ, ചിന്താഗതികൾ മാറണമേ. ശരിയായ കാഴ്ചപ്പാടുകളിലേക്ക് എത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടെല്ലാം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ദൈവം സഹായിക്കട്ടെ.